വേദനിപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. അപ്പൊ എന്തിനാ നീ ഇങ്ങനെ ചൂടാവുന്നേ? നിനക്ക് ഭ്രാന്താണോ? നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോകും. ഈ ഇടയായിട്ട് എല്ലാ കാര്യത്തിലും ഞാൻ വല്ലാതെ ദേഷ്യപ്പെടുന്നതിന്റെ ഇടയ്ക്ക് പൊട്ടിക്കരഞ്ഞു പോകുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനൊരാളൊന്നും ആയിരുന്നില്ല. ചിലര് പങ്കുവെക്കുന്ന ഒരാശങ്കയാണിത്. നമ്മുടെ ദേഷ്യത്തിന്റെ കാരണം നമ്മൾ മാത്രമായിരിക്കണം എന്നില്ല. അബ്യൂസീവായ അൺഹെൽത്തിയായ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രതിഫലനം കൂടിയാകാം നമ്മുടെ ദേഷ്യം. ഇവിടെ അബ്യൂസീവായ പാർട്ട്ണർ നമ്മളെ നിരന്തരം പ്രൊവോക്ക് ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാകാം നമ്മുടെ പെരുമാറ്റത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം നിരന്തരം ചോദ്യം ചെയ്യപ്പെടുമ്പോഴൊക്കെ മനസ്സിന് അത് താങ്ങാൻ കഴിയാതെ വരുന്നു. സൈക്കോളജിയിൽ ഇതിനെ റിയാക്റ്റീവ് അബ്യൂസ് എന്നാണ് പറയുന്നത്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോകും. പുറത്തു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ ആ പൊട്ടിത്തെറി മാത്രമായിരിക്കും അവര് കാണുക. അപ്പൊ എന്തിനാ നീ ഇങ്ങനെ ചൂടാവുന്നേ? നിനക്ക് ഭ്രാന്താണോ? എന്നൊക്കെ നമ്മുടെ ഈ റിയാക്ഷൻ കണ്ടിട്ട് മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തും. ഒരു ഘട്ടത്തിൽ നമ്മൾ പോലും വിചാരിച്ചു പോകും ഇത് നമ്മുടെ മിസ്റ്റേക്കാണ്, നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ. പക്ഷെ റിയാലിറ്റി അതല്ല. കുറ്റപ്പെടുത്തുന്നവരാരും നമ്മൾ നേരിട്ട വേദനയും അപമാനവും ഒന്നും അറിയുന്നവരല്ല. കേവലം ഒരു നിമിഷത്തെ പെരുമാറ്റം കൊണ്ട് നമ്മളെ അളക്കാനായിട്ട് വന്നവരാണ്. ഇതിൽ ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം, നമ്മളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചവര് പോലും നമ്മളാണ് തെറ്റുകാരെന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞു തുടങ്ങും. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ അവർ കുറ്റക്കാരാക്കാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് ഈസ് റിയാക്റ്റീവ് അബ്യൂസ്. ഇവിടെ സ്വയം കുറ്റമേറ്റെടുത്ത് നമ്മൾ പിന്നോട്ട് പോകേണ്ടതില്ല. നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് ഒന്നും അല്ല, കടന്നു പോകുന്ന അവസ്ഥയോടുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസം മാത്രമാണ്. സ്വന്തം ഇമോഷൻസിനെ മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും സ്വയം വാലിഡേറ്റ് ചെയ്യുക, വേദനിപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പ്രൊട്ടക്ട് യുവർ പീസ്. താങ്ക് യു.